മാണിക കലാള എൻസ പുകലാള എന്തെത്താ ഭർത്താനം സുഖമല്ലെങ്കിൽ എല്ലാവർക്കും പാണ്ടിക്കാട് കുഞ്ഞ പറയല്ലത് പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു ജായി അടങ്ങാറാണ്. ഇതിന്റെ പേരിൽ ഇനി എനിക്ക് എന്ത് പ്രശ്നം വന്നാലും എനിക്കൊരു ചുക്കൂല മത്തായി പറഞ്ഞ മാതിരി മാത്രമേ ഉള്ളൂ ഞാൻ പറയുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നമ്മളെ രാജനും കുടുംബവും ആത്മഹത്യ ചെയ്തത് നിങ്ങളെല്ലാവരും കണ്ടല്ലേ? കേരളം മൊത്തം കണ്ടില്ലേ? ഇതാണ് ദൈവത്തിന്റെ സ്വന്തം നാട് കേരളം. കണ്ടില്ലേ നിങ്ങള്? വെറും വെട്ടും കൊലയും കൊലപാതകവും. വേറെ ഒരു ഒലക്കി ഇവിടെ നടക്കണില്ല. അപ്പോ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നൊക്കെ പോയി മക്കളെ. അപ്പോ ഒന്നുമല്ല. അപ്പോ ഈ വസന്തി എന്ന് പറയുന്ന ഒരു ഉസുറുംപുളി മാനവസാനമില്ലാത്തോളുണ്ടല്ലോ, ഓളൊരു 3 സെന്റ് സ്ഥലത്തിനും മാണ്ടികാണ്ട് കേസ് കൊടുത്തു. കേസ് ഓൾക്ക് അനുകൂലമായി കണ്ട് വന്നു. പക്ഷെ വെറും അരമണിക്കൂർ സമയമാണ് രാജനും കുടുംബവും പോലീസുകാരോട് ചോദിച്ചത്. വെറും അരമണിക്കൂർ. അതൊന്നും പറ്റൂല. അച്ഛന്റെ കുടുക്കിയും പാത്രം എടുത്താണ് ഇവിടുന്ന് ഇറങ്ങുന്നത്. ഇതിലും വലിയ ബിൽഡിങ്ങും കാര്യങ്ങളും പൊളിച്ചാൽ കൊല്ലങ്ങളോളം മാസങ്ങളോളം നിങ്ങൾ ടൈം കൊടുക്കുന്നുണ്ട്. പൈസ അല്ലോന്റെ ഒപ്പം പോലീസും എല്ലാ വാപ്പാരും ഉണ്ടാവും. പാവപ്പെട്ട ഒരു മനുഷ്യന്റെ ഒപ്പം ഒരാളും നിൽക്കൂല. അതങ്ങനെ വരുള്ളൂ ചങ്ങായിമാരെ. അപ്പോ പൊന്നാരഞ്ച പോലീസുകാരാ ഈ പെട്രോളൊക്കെ ഒഴിച്ചാണ്ട് നിൽക്കുമ്പോ അനക്ക് തലക്ക് വെളിവില്ലടാ. ഉസുറും പുളി മാനവസാനമല്ലടാ പോലീസുകാരാ എനിക്ക്. ഇജയിറ്റാളെ പറഞ്ഞാണ്ട് സമാധാനപ്പെടുത്തേണ്ട ഒരു പോലീസുകാരനല്ലേ? ഇജ് എടുത്തു ചാടിയാണ്ട് ഒരു അറക്കാൻ നിൽക്കുക. തലക്ക് വെളിവുണ്ടെങ്കിൽ എനിക്കൊക്കെ ആരാടാ എന്നൊക്കെ പോലീസിലെടുത്തത്? 2 മക്കളെയാണ് അനാഥായത്. 2 മക്കള് തന്തിയും തള്ളിയും പോയി. അത് കഴിഞ്ഞു വേണ്ടി ഓരോ സ്ഥലത്ത് തന്നെ കുയുത്തിയാണ്ട് മൂടാൻ നിൽക്കുമ്പോ അതിന് വരെ നിങ്ങൾ എതിർപ്പ് നിൽക്കുക. ആ കുട്ടി പറഞ്ഞു കണ്ടില്ലേ, നിങ്ങളാണ് എന്റെ അച്ഛനെയും അമ്മനെയും കൊന്നതെന്നാ പറഞ്ഞത്. നിങ്ങൾ മാത്രം, വേറെ ആരും അല്ല. സ്വന്തം മകനാ പറഞ്ഞത്. അതും നമ്മളെ കേരളത്തിലാ നടന്നിക്കണത്. 3 സെന്റ് സ്ഥലത്തിന്റെ പേരിലും വേണ്ടിയാണ്ടാ നടന്നിക്കണത്. ഏതായാലും ഒരു കാലത്ത് കേരളം ഏത് വിദേശ രാജ്യത്ത് പോലും കേരളക്കാരനാണെന്ന് പറയുമ്പോ കേരള ഉസാറാണെന്നാ പറയാം. ഇപ്പൊ കേരളയാണെന്ന് ചോദിച്ചാൽ എന്താ അറിയോ? ഒന്നും മനുഷ്യന്മാരൊന്ന് മുഖത്തേക്ക് ഒന്നും കൂടി നോക്കും. അജാതി വെട്ടും കൊലയും പ്രശ്നവും കാര്യങ്ങളും അല്ലേ നടക്കണത് ഇവിടെ. ഏതായാലും ഇനി ഒരു കാര്യമായിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ ആ പാവങ്ങൾക്ക് വീട് നമ്മളെ ഫിറോസ് കുന്നംപറമ്പിൽ ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ പേരിൽ രാഷ്ട്രീയം ജാതി മതം എന്ന് പറഞ്ഞാണ്ട് നിങ്ങൾ ആരും മുടക്കാതെന്നാ മതി. ഒരു റിക്വസ്റ്റാണ്, മുടക്കല്ല്. കാരണം എങ്ങനെയെങ്കിലും ആ പാവം പിടിച്ച കുട്ടിയാൾക്ക് ആ വീടുണ്ടായിക്കോട്ടെ. അത് മുടക്കല്ലി അള്ളാനെ വിചാരിച്ച് ചങ്ങായിമാരെ. ഇതിൽ നിങ്ങൾ രാഷ്ട്രീയം ജാതി മതം എന്നൊന്നും പറഞ്ഞാണ്ട് വരല്ലേ. ആ പാവം തന്തനെയും തള്ളനെയും കൊന്നപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമായില്ലേ? കുറച്ച് ഉളുപ്പുണ്ടടാ, കുറച്ച് ഉസ്രം പുളി മാനവസാരം ഉണ്ടടാ. കൊക്കൊക്കെ നമ്മളെ കേരളത്തിലാടാ നടന്നത്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലാണ് ഇതൊക്കെ നടന്നിക്കുന്നത്. കുറച്ച് മനുഷ്യന്മാരെന്താ അറിയോ, ഈ മുതല് അറിയാണ്ട് കടന്ന് ചാകുന്നുണ്ടാ. നമ്മൾ മരിച്ചുമ്പോ വെറും 3 കണ്ട തുണി കൊണ്ടാ പോവുക. 6 അടി മണ്ണിലാടി നമ്മളെ കുഴിച്ചിടുക. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി. ഒരു 3 സെന്റ് സ്ഥലത്ത് അയറ്റാളൊരു പെരയിൽ കജ്ജുമ്പോ സന്തോഷത്തോടെ കജ്ജുമ്പോ അയറ്റാൾക്ക് സപ്പോർട്ട് ചെയ്യാന്നല്ലാതെ അയറ്റാളെ പോയാണ്ട് കേസ് കൊടുത്താണ്ട് അറക്കി വിടലല്ല ചെയ്യേണ്ടത്. മുതലില്ല ആൾക്കാരാണല്ലോ നിങ്ങൾ ഈ ചെയ്യണത്. മുതലില്ലാത്തവരൊന്നല്ലല്ലോ ഈ ചെയ്യണത്. പൈസ അല്ലോന്റെ കൂടെ എന്താ പറയുക, എല്ലാ ബാപ്പാരും ഉണ്ടാവും, എല്ലാരും ഉണ്ടാവും. പൈസ ഇല്ലാത്തവന്റെ കൂടെ ഒരു വാപ്പാരും ഉണ്ടാവൂല. അന്നും ഇന്നും പാവങ്ങൾക്കൊപ്പം നിൽക്കാന് സാധാരണക്കാർ മാത്രമേ ഉണ്ടാവുക. സാധാരണക്കാരെന്നും സാധാരണക്കാരനാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ എത്ര പൈസക്കാരുണ്ട്, എത്ര കോടീശ്വരന്മാരുണ്ട്. ഓരൊക്കെ കാണണ്ടല്ലോ. ഈ പാവം പിടിച്ച വീടും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. എത്ര ആള് കടം വന്നാണ്ട് മരിച്ചിട്ടുണ്ട്. എത്ര ആളാ രോഗിയായതുകൊണ്ട് ഹോസ്പിറ്റലിൽ പൈസ അടക്കാതെ കഴിയാതെ മരിച്ചിട്ടുണ്ട്. എന്തെല്ലാം നടക്കുന്നുണ്ട് നമ്മളെ കേരളത്തില്. എല്ലാരും ഒത്തൊരുമിച്ച് പോകാൻ നോക്കി. അതാണ് വേണ്ടത്. അല്ലാതെ ഞാൻ വലിയ കോടീശ്വരം, ഞാൻ വലിയ ആളാണ്, അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമല്ല. വെറും 3 കണ്ട തുണി അത്തരുള്ളൂ. ഒരു കൊറോണ വന്നു, അതേപോലെ പ്രളയം വന്നു, എല്ലാം പോയില്ലേ, ഉദാഹരണമായില്ലേ. ഇനിയെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കിട്ടോ. ഏതായാലും ഫിറോസ് കുന്നംപറമ്പിൽ ആ കുട്ടികളെ കാര്യം ഏറ്റെടുത്തിക്കണം. ഇനി അതിന്റെ വൈത്താര വന്നുകാണ്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നിൽക്കല്ലേ പൊന്നാര ചങ്ങായിമാരെ. ആ പോലീസുകാരനെയും അതേപോലെ ഈ വസന്തി എന്ന് പറയുന്ന ഓളെയും വെറുതെ വിടാനും പാടില്ല. ഇതിന്റെ പേരിൽ എനിക്കെന്ത് പ്രശ്നം വന്നാലും എനിക്ക് മത്തായി ഇറങ്ങാൻ വരെ ഞാൻ എവിടേക്ക് പോകാനും ഞാൻ തയ്യാറാണ്. കാരണം ആർക്കും അവനാന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മളെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. പറയും ചെയ്യും, നല്ലോ പ്രതികരിക്കും, ഒരേ ബേജാറും ഇല്ല.
തരാ വലിപ്പുണ്ടല്ലോ 2 പാവം കുട്ടികളെ എത്തിയുമാക്കിയില്ലടാ നിങ്ങള് തന്തരിയും തള്ളരിയും കൊന്നില്ലടാ ഉളുപ്പുണ്ടടാ നിങ്ങക്ക്